നമസ്കാരം. കലാകൗമുദി ഓൺലൈൻ ചാനലിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രാജ്യത്ത് വോട്ടെടുപ്പും അഭിപ്രായ വോട്ടെടുപ്പും ഒരുമിച്ച് പുരോഗമിക്കുകയാണ്. അഭിപ്രായ വോട്ടെടുപ്പ് ഫലം മുഴുവൻ തെറ്റിയാലും ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്: ജനങ്ങൾ സർവേകൾക്കായി എന്നും കാത്തിരിക്കുന്നു. സർവേ കാര്യമാക്കുന്നില്ലെന്ന് ഭാവിക്കുമ്പോഴും കക്ഷി നേതാക്കളും മുന്നണിയും സർക്കാരും സർവേ ഫലം വിശകലനം ചെയ്ത് തങ്ങളുടെ നീക്കങ്ങൾക്ക് മൂർച്ച കൂട്ടുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 40 വർഷത്തിനിടെ കേരളത്തിൽ നടന്ന 25 ഇലക്ഷൻ സർവേകൾക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ജി ഗോപകുമാർ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. കേരള യൂണിവേഴ്സിറ്റി പൊളിറ്റിക്സ് വിഭാഗം മേധാവിയും കേന്ദ്ര സർവകലാശാല VCയുമായിരുന്നു അദ്ദേഹം. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രവചന രംഗത്ത് ശ്രദ്ധേയനായിരുന്ന യോഗേന്ദ്ര യാദവിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രവർത്തിച്ച CSDSന് വേണ്ടിയാണ് ഗോപകുമാറിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സർവേകൾ നടന്നത്. പ്രണോയ് റോയ് നേതൃത്വം നൽകിയ NDTVക്ക് വേണ്ടിയും ഹിന്ദു പത്രത്തിനു വേണ്ടിയും ഒട്ടേറെ തവണ രാജ്യമൊട്ടാകെ വോട്ടെടുപ്പ് സർവേകൾ നടത്തിയത് CSDS ആയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഗോപകുമാറിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സർവേകൾ നടന്നതും. ആ ഫലങ്ങളിലെ കൃത്യത CSDSൻ്റെ വിശ്വാസ്യത ഏറ്റിയപ്പോൾ ഡോക്ടർ ഗോപകുമാറിൻ്റെ പ്രീപോൾ നിരീക്ഷണങ്ങൾ പിഴവില്ലാത്ത പ്രവചനമായി മാറി. ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം തന്നെ ഉണ്ടാകുമെന്നും കേന്ദ്രത്തിൽ BJPക്ക് പ്രതീക്ഷിച്ച സീറ്റ് കിട്ടില്ലെന്നും പ്രവചിക്കുന്നു ഡോക്ടർ ഗോപകുമാർ കലാകൗമുദി ഓൺലൈനുമായി നടത്തിയ അഭിമുഖത്തിൽ. കേൾക്കാം ഡോക്ടർ ഗോപകുമാറിനെ. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിൽ കേരളം ബൂത്തിലേക്ക് പോകാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ വോട്ടെടുപ്പ് അവസാനിക്കാൻ ജൂൺ 1 വരെ സമയമുണ്ട് താനും. അപ്പോൾ ആദ്യം കേരളത്തിലെ സ്ഥിതി എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? ഇപ്പം ഞാനിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പഠനം നടത്താൻ ഫീൽഡിൽ പോയിട്ടില്ല. പുറത്തുനിന്ന് കാണുന്ന ഒരു ഒബ്സർവേഷനെ നടത്താൻ പറ്റുള്ളൂ. ഒരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ എന്നുള്ള നിലയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ, ഒരു സിഫോളജിസ്റ്റ് എന്നുള്ളൊരു പശ്ചാത്തലം, അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് ശക്തമായ UDF വികാരമുണ്ട് കേരളത്തിൽ. അതിന് പ്രധാനമായും 2 ഘടകങ്ങളാണ്. ഒന്ന്, കേന്ദ്രത്തിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ. ആ ഭരണമാറ്റം വരുമ്പോൾ കേന്ദ്രത്തിൽ ഭരണമാറ്റത്തിന് നയിക്കാൻ പറ്റുന്ന UDFും കോൺഗ്രസിനുമാണ്, ഇടതുപക്ഷത്തിനല്ല എന്നുള്ള. ഇടതുപക്ഷം വിചാരിച്ചാൽ കേന്ദ്രത്തിൽ ഭരണം ഉണ്ടാക്കാൻ പറ്റില്ല ലോക്സഭ ഇലക്ഷൻ. ആ ചിന്താഗതിയെ സപ്പോർട്ട് ചെയ്യാൻ BJP ട്രെൻഡുള്ള ഒരു പൊളിറ്റിക്സ് ശക്തമാണ്. അതിൻ്റെ അർത്ഥം കുറച്ച് LDF അനുഭാവികൾ പോലും ലോക്സഭ ഇലക്ഷനിൽ UDFനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഭരണവിരുദ്ധ വികാരം. സംസ്ഥാന ഭരണത്തിനെതിരെ ഒരുപാട് വികാരങ്ങളുണ്ട്. അതിന് കാരണം വിലക്കയറ്റം, അക്രമം, പൂക്കോട് സംഭവം, തൊഴിലില്ലായ്മ, സാമ്പത്തിക കുഴപ്പങ്ങൾ, ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, റേഷൻ്റെ കാര്യത്തിലൊക്കെ താമസം വരുന്നു. ചുരുക്കത്തിൽ ഭരണത്തിനെതിരെയുള്ള, സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള ശക്തമായൊരു വികാരമുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു വിജയം കൊയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ BJPയുടെ വളർച്ചയും ശ്രദ്ധിക്കണം. BJP കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഒരു 3% വോട്ട് വർദ്ധിപ്പിക്കും. കഴിഞ്ഞ 15 ആയിരുന്നെങ്കിൽ ഒരു 18% വോട്ട് കിട്ടാൻ വഴിയുണ്ട്. പക്ഷേ ഒരു സീറ്റ് വല്ലതും കിട്ടാനും സാധ്യതയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ദേശീയ ശ്രദ്ധ നേടിയ മണ്ഡലമാണ്. അതായത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു BJP സ്ഥാനാർത്ഥിയായിട്ട്. 4 തവണയിലേക്ക് മത്സരത്തിലേക്ക് പോകുന്ന ശശി തരൂരുണ്ട്. പിന്നെ CPIയുടെ LDF കാൻഡിഡേറ്റ് പന്ന്യൻ രവീന്ദ്രൻ. തിരുവനന്തപുരത്തെ മണ്ഡലം ദേശീയ തലത്തിൽ മാത്രമല്ല എല്ലാ അർത്ഥത്തിലും അതിന് വലിയൊരു പ്രാധാന്യത്തോടു കൂടിയാണ് ജനം കാഴ്ചവെക്കുന്നത്. ഒരു രാഷ്ട്രീയ അധ്യാപകൻ എന്നുള്ള നിലയിലും നിരീക്ഷകൻ എന്നുള്ള നിലയിലും തിരുവനന്തപുരത്തിന്റെ പ്രാധാന്യം എന്താണ്? തിരുവനന്തപുരത്തെ 3 മുന്നണികളുടെ അവസ്ഥ എന്താണ്? തിരുവനന്തപുരത്തെ 3 മുന്നണികളിൽ ആദ്യത്തെ 2 മുന്നണികൾ UDFും LDAയും കോൺഗ്രസും BJPയുടെയും പ്രവർത്തനമാണ് വളരെ ശക്തമായിട്ട് കണ്ടത്. ശശി തരൂറിന് ഒത്ത എതിരാളിയാണ് രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോൾ ശശി തരൂറിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രാസംഗിക കഴിവും അദ്ദേഹത്തിൻ്റെ കരിഷ്മയും എല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ, ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ, അദ്ദേഹം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കൊണ്ടുവന്ന സംഭാവനകളെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമില്ല. അങ്ങനെ ഒരു ആൻറ്റി ഇൻകംബൻസി എഫക്റ്റ് ശശി തരൂർ സഫർ ചെയ്യുന്നുണ്ട്. അതിനെ കൂടി ടാപ്പ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് BJPയുടെ അതിനൊത്തൊരു എതിരാളിയായി രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രമന്ത്രി എന്ന് മാത്രമല്ല, അദ്ദേഹം മലയാളിയാണ്, തിരുവനന്തപുരത്തിന് സ്വീകാര്യനായി, ചുരുങ്ങിയ സമയം കൊണ്ട് IT രംഗത്തെ പ്രൊഫഷണലാണ്, ബിസിനസ് താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ ബാംഗ്ലൂരാണ് സെറ്റിൽഡെങ്കിലും കേരള രാഷ്ട്രീയം നന്നായി അറിയാവുന്ന ആളാണ്.
അപ്പോൾ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഒരുപാട് സംഭാവന ചെയ്തു. ചുരുങ്ങിയ സമയം കൊണ്ട് ജനങ്ങളുമായി ഇടപഴകുകയും തിരഞ്ഞെടുപ്പ് സമയത്ത് സാധാരണ BJPക്ക് വോട്ട് കുറയുന്ന മേഖലയായ കോസ്റ്റൽ റീജിയൻ നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ കോസ്റ്റൽ മേഖലയായ പാറശാല, നെയ്യാറ്റിൻകര, കോവളം ഈ 3 മേഖലയിലും കടുത്ത മത്സരമാണ് നടക്കുന്നത്. നഗരമേഖലകളിൽ എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് BJP കാൻഡിഡേറ്റിന്. പക്ഷേ കോസ്റ്റൽ ഏരിയ കഴിഞ്ഞ തവണയും ശശി തരൂരിനെ തുണച്ചത്. ഇത്തവണ അത് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളതാണ് കാണാനുള്ളത്. ഇതിനിടയ്ക്ക് പറയാതെ നിർവാഹമില്ല, CPI സ്ഥാനാർത്ഥി അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്, സമൂഹത്തിൽ അംഗീകാരം ലഭിച്ച ഒരാളാണ്, പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, ആ നിലയ്ക്ക് ഐഡിയൽ പൊളിറ്റിക്കൽ ലീഡറാണ്. പക്ഷേ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും C. ദിവാകരൻ താഴേക്ക് പോയി, വളരെ താഴേക്ക് പോയി. അന്ന് വോട്ട് ട്രാൻസ്ഫർ ഗംഭീരമായി നടന്നത് ശശി തരൂരിന് വലിയ വിജയം നേടാൻ കഴിഞ്ഞു. ഇത്തവണ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ നിന്നപ്പോൾ RSSകാരുടെ പ്രവർത്തനം ശക്തമായിരുന്നു. RSSകാരുടെ പ്രവർത്തനം ഇത്തവണ വളരെ കുറവാണ്. അതിൻ്റെ കാരണം RSSകാർ രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കുന്നില്ല എന്നല്ല, അവർ പിന്തുണയ്ക്കുന്നുണ്ട്, പ്രൊപ്പഗാൻഡയിൽ വരുന്നില്ല. കാരണം RSSൻ്റെ പ്രവർത്തനം വരുമ്പോൾ മറുവശത്ത് കമ്മ്യൂണൽ കൺസോൾട്ടേഷൻ ഉണ്ടാകും, മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടാകും. അതുകൊണ്ട് RSS സ്ട്രാറ്റജിക്കലായിട്ട് വിഡ്രോ ചെയ്ത് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കണം. ആ ഒരു സ്ട്രാറ്റജി ശ്രദ്ധിക്കുക. 2, കഴിഞ്ഞ തവണ ഇന്ത്യ അലയൻസ് ഇല്ലായിരുന്നിട്ട് പോലും CPIയുടെ വോട്ടുകൾ ശശി തരൂരിന് കിട്ടി. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിടയിൽ അദ്ദേഹം നിഷ്പ്രഭനായോ എന്നൊരു സംശയമുണ്ട്. കഴിഞ്ഞ തവണ തന്നെ C. ദിവാകരൻ്റെ വോട്ടുകളെല്ലാം മറിച്ച് ശശി തരൂരിന് വന്നു. അത് കുമ്മനം രാജശേഖരനെ ഭയപ്പെട്ടുകൊണ്ടാണ്. കുമ്മനം രാജശേഖരൻ്റെ വോട്ട് ക്രമാതീതമായി കൂടിയെങ്കിലും ശശി തരൂരിൻ്റെ ലീഡും വളരെ കൂടി. ഇത്തവണ ഇന്ത്യ അലയൻസിൽ പെട്ടവരാണ് ഇവരെല്ലാം. അതുകൊണ്ട് വോട്ട് ട്രാൻസ്ഫർ നടന്നാലും അത്ഭുതപ്പെടാനില്ല. അപ്പോൾ വോട്ട് ട്രാൻസ്ഫർ നടന്നില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പന്ന്യൻ രവീന്ദ്രൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇടതുപക്ഷ വോട്ടുകൾ സമാഹരിച്ചാൽ തീർച്ചയായിട്ടും അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയത്തിൽ വഴിതെളിയിക്കും. അങ്ങനെ സംഭവിക്കാതെ C. ദിവാകരൻ കഴിഞ്ഞ തവണ എങ്ങനെ താഴോട്ട് പോയോ അതേപോലത്തെ ഒരു സ്ഥിതി വന്നാൽ ശശി തരൂരിന് വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു ട്രയാങ്കുലർ കണ്ടസ്റ്റ് അല്ല എന്ന് പറയേണ്ടി വരും. യഥാർത്ഥ ട്രയാങ്കുലർ കണ്ടസ്റ്റ് നടക്കുന്നത് തൃശ്ശൂറാണ്, തിരുവനന്തപുരത്തല്ല. അപ്പോൾ ദേശീയ തലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം, ഒരു നേതാവ് എന്നുള്ള നിലയിലേക്കാണ് പരിവർത്തനം നടക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് ഈ പൂർത്തിയാകുന്ന തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരുമെന്ന് പൊതുവെ പറയുന്നുമുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം പരക്കുന്നുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം സാർ ദേശീയ തലത്തിൽ എങ്ങനെയാണ് കാണുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് രാജ്യത്തിലെ എല്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പും നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം. ഞാനിതിനകത്ത് ഒരു ഇലക്ഷൻ കൊണ്ട് ഈ രാജ്യത്തെ അസംബ്ലി ഇലക്ഷൻ കൊണ്ട് നടത്തിയാൽ അതൊരിക്കലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും ഒരുപോലെ പോകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് യുക്തിഭദ്രമല്ല. ഞാൻ അതിനെക്കുറിച്ച് ലേഖനം എഴുതുകയും ചെയ്തു. അത് വിജയിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു മുദ്രാവാക്യം എന്നുള്ള നിലയിൽ അത് നിലവിലുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എന്നുള്ളത് ഇപ്പോഴത്തെ BJP ഗവൺമെൻറ്റിന് ഒരു തുടർച്ച ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. BJP ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ വിത്ത് എ റെഡ്യൂസ്ഡ് മെജോറിറ്റി. ആ റെഡ്യൂസ്ഡ് മെജോറിറ്റി എന്ന് പറയാൻ കാരണം സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് കഴിഞ്ഞ തവണ 32 സീറ്റ് വരെ സഖ്യകക്ഷികൾ ഉൾപ്പെടെ കിട്ടി. അത് ഇത്തവണ നിലനിർത്താൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. കർണാടകയിൽ കഴിഞ്ഞ തവണ 25-28 കിട്ടിയപ്പോൾ ഇത്തവണ അത് 20 കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റു ചില സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയും ബീഹാറിലുമൊക്കെ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബാക്കി ഹിന്ദി ബെൽറ്റ്, ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിനിൽ BJP വലിയ വിജയം നേടും. ഉത്തർപ്രദേശിൽ കൂടുതൽ സീറ്റുകൾ നേടും. വെസ്റ്റ് ബംഗാളിൽ സംശയിക്കേണ്ട കൂടുതൽ സീറ്റുകൾ നേടും. അപ്പം അതുകൊണ്ട് BJP 290 സീറ്റ് 300-നടുത്ത് തനിച്ചു കിട്ടുമ്പോൾ സഖ്യകക്ഷികൾക്ക് ഒരു 20-25 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു 325-330 ഓപ്റ്റിമം. ഇത് അങ്ങേയറ്റമാണ്. ഇത് കുറച്ച് താഴോട്ട് വരാം. പക്ഷേ 272 സീറ്റ് മതി വിജയിക്കാൻ. അത് തീർച്ചയായിട്ടും കിട്ടും. അതിൻ്റെ പ്രധാന കാരണം ഒന്ന് ഡിവൈഡഡ് ആയിട്ടുള്ളൊരു അപ്പോസിഷനാണ്. ഇന്ത്യ അലയൻസ് ഒരു ഒറ്റക്കെട്ടല്ല. കേരളത്തിൽ പോലുമല്ല. ഇപ്പോൾ തന്നെ നമുക്ക് കണ്ട പല കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയും പിണറായിയും തമ്മിലുള്ള വാഗ്വാദങ്ങൾ കണ്ടതാണ്. ജാർഖണ്ഡിൽ നടന്ന മീറ്റിങ്ങിൽ ഇന്ത്യ സഖ്യം തമ്മിലടിച്ചത് നമ്മൾ കണ്ട. അതുകൊണ്ട് ജനങ്ങൾ എപ്പോഴും പുരോഗതിയും സ്ഥിരതയും ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമല്ല നരേന്ദ്രമോദിയുടെ റേറ്റിംഗ് ഇപ്പോഴും വളരെ പോപ്പുലറാണ്. CSDS നടത്തിയ പഠനത്തിൽ
രാഹുൽ ഗാന്ധിക്ക് മുകളിൽ 22% ലീഡാണ് മോദിക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പാർലമെന്ററി ഡെമോക്രസിയിൽ എപ്പോഴും പ്രൈം മിനിസ്റ്ററുടെ ഇലക്ഷന്റെ ഒരു റഫറൻഡമാണ് നടക്കുന്നത്. അത് തീർച്ചയായിട്ടും മോദി ഭരണത്തിന് അനുകൂലമാവും. ഈ ഭരണം തുടരും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ മറ്റ് ആക്ഷേപങ്ങൾ, വർഗീയതയുടെ ആക്ഷേപമുണ്ട്, സാമ്പത്തിക വളർച്ചയുടെ ആക്ഷേപമുണ്ട്, തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ഭരണം കൊണ്ടുവന്ന ചില നല്ല അംശങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും 80% ആൾക്കാർക്ക് 80 കോടി ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷണം അടുത്ത 5 കൊല്ലത്തേക്ക് നൽകി. വ്യവസായ രംഗത്തും അടിസ്ഥാന വികസന രംഗത്തും മറ്റും കുതിച്ചുചാട്ടമുണ്ടായി. കൂടുതൽ സ്ഥാപനങ്ങൾ വരുന്നു. നിയോ ലിബറൽ അജണ്ടയിൽ സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ട്. പിന്നെ വെൽഫെയർ പ്രോഗ്രാംസ് ശക്തിയായിട്ട് വന്നു. ഇതോടൊപ്പം തന്നെ ഹിന്ദുത്വ അജണ്ട മറ്റൊരു രീതിയിൽ, അതായത് സബാൾട്ടേൺ ഹിന്ദുത്വ ആശയങ്ങളും ശക്തിപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ രാമക്ഷേത്രം വന്നതും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഗുജറാത്തിലുമെല്ലാം BJPക്ക് സ്വീപ്പാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ സൗത്ത് ഇന്ത്യയിൽ അവർ പ്രതീക്ഷിക്കുന്നത് ഛത്തീസ്ഗഡിൽ 4 സീറ്റും തമിഴ്നാട്ടിൽ 2 സീറ്റും ആന്ധ്രാപ്രദേശിൽ 3 സീറ്റും കേരളത്തിൽ 2 സീറ്റുമാണ്. ഇതൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ തവണത്തെ 32 നിന്ന് വല്ലാണ്ട് താഴോട്ട് പോവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്തായാലും കുറച്ച് തിരിച്ചടി ഉണ്ടാവുകയും കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നേട്ടം ഉണ്ടാവുന്നത് 10 സീറ്റെങ്കിലും ഉത്തർപ്രദേശിൽ കൂടും, ഒരു 6 സീറ്റെങ്കിലും പശ്ചിമ ബംഗാളിൽ കൂടും. നഷ്ടം വരുന്നത് നമുക്കറിയാം, ഒന്ന് കർണാടകയിൽ തന്നെയാണ്. പിന്നെ ബീഹാറിലും മഹാരാഷ്ട്രയിലും കുറച്ച് നഷ്ടങ്ങളുണ്ടാവും. പക്ഷേ ഓൾട്ടുഗദർ വരുമ്പോൾ പ്രതിപക്ഷം ദുർബലമാണ്. ഈ ഭരണ തുടർച്ചയ്ക്കുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മാത്രമല്ല രാജ്യം ഇനി മുന്നോട്ട് പോകുമ്പോൾ ലോകത്തിൽ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്, 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുന്നുള്ള വാക്ക് ആ പ്രതീക്ഷ ജനങ്ങളിൽ കൊടുത്തതുകൊണ്ട്, ആ പ്രതീക്ഷയിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും മോദി ഭരണം തുടരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ശരി, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. 1952 തുടങ്ങി 18 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളാണ് ഇന്ത്യ നേരിട്ട് കടന്നുപോയത്. അപ്പോൾ തെരഞ്ഞെടുപ്പുകളുടെ ഓരോ മാറ്റങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പലതും അപ്രത്യക്ഷമാകുകയോ ആ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശൈലി മാറ്റേണ്ടി വരികയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും നോക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരോ പ്രവർത്തന പാരമ്പര്യമുള്ളവരോ ഉള്ള സ്ഥാനാർത്ഥികളായിട്ട് പലയിടത്തും രംഗപ്രവേശിച്ചു. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ വിടുന്ന ആ രീതിയിൽ വന്നിരിക്കുകയാണ്. BJPയെ കുറിച്ച് ദേശീയ തലത്തിൽ ചിന്തിച്ചാൽ പോലും മോഡി, അമിത്ഷാ ഇന്ന് കഴിഞ്ഞ ബാക്കിയുള്ളവരെ ആരെയും സീനിൽ കാണാനില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതൃത്വം, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ നടക്കുന്ന പോലെ പരമ്പരാഗത രാഷ്ട്രീയ കക്ഷികളല്ലാതെ വ്യവസായികളോ മറ്റുള്ളവരോ കടന്നു വന്ന് ഭരണ നേതൃത്വത്തിലേക്ക് വരുന്നു. ഈ മാറ്റത്തെ സാർ എങ്ങനെ കാണുന്നു? വളരെ ശരിയാണ്. നടത്തിയ നിരീക്ഷണത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ലോകത്തെമ്പാടും വന്ന സാമൂഹിക രംഗത്തും ഇലക്ട്രോണിക് രംഗത്തും സാമ്പത്തിക രംഗത്തും ടെക്നോളജി രംഗത്ത്, സാങ്കേതിക വിദ്യ രംഗത്ത് വന്ന മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തും വന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വളരെ ശക്തമായി. പിന്നെ പഴയതുപോലെയല്ല, എന്ത് കാര്യങ്ങളും എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരു അബദ്ധം വായിൽ നിന്ന് വീണാൽ അത് വളരെ പെട്ടെന്ന് വരും. നല്ലൊരു കാര്യമാണെങ്കിൽ അതിനൊരു പ്രചാരണം കിട്ടും. അതുകൊണ്ട് തന്നെ ഇന്ന് പെർഫോമൻസിന് വലിയ അർത്ഥമുണ്ട്. ആ പെർഫോമൻസ് ഇപ്പോൾ നിങ്ങൾ നേതാക്കന്മാരുടെ അടുത്ത് പത്രസമ്മേളനത്തിൽ ചോദിച്ചില്ലെങ്കിൽ പോലും പല രീതിയിൽ ഗവൺമെന്റിനെ പുകഴ്ത്താനും ഇകഴ്ത്താനും പറ്റും. ടെക്നോളജി അങ്ങനെ വളർന്നു. അതുകൊണ്ട് തന്നെ പഴയ മാതൃകകളിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് സെർവ് ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ പെർഫോമൻസ് ആണ്. ഇപ്പൊ മോദി മോദി തന്നെ പറയുന്നത്, ഞാൻ 10 കൊല്ലമായി അല്ല ഭരണത്തിലിരിക്കുന്നത്, 23 കൊല്ലം, 13 കൊല്ലം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ അങ്ങനെ 23 കൊല്ലത്തെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഡെലിവറി ഓഫ് സർവീസസ്, ഡെലിവറി ഓഫ് ഗുഡ്സ്, പെർഫോമൻസിന് ഒരുപാട് അർത്ഥമുണ്ട്. അതല്ലാതെ ഐഡിയോളജിക്ക് ആ പഴയ അർത്ഥമില്ല. ഐഡിയോളജി കുറഞ്ഞ് ഡെലിവറിയാണ്. ആ ഡെലിവറി വരുമ്പോൾ 1 എക്കോണമി, 2 വെൽഫെയർ, ഈ 2നും പ്രാധാന്യത്തോടൊപ്പം കമ്മ്യൂണലിസം, ഇത് 3 പോവുകയാണ്. ഈ 3 ഫാക്ടേഴ്സ് ഇന്ത്യൻ പൊളിറ്റിക്സിലുണ്ട്. അപ്പോൾ എന്തായാലും പരമ്പരാഗതമായ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ നിന്നോ അന്നത്തെ ഐഡിയോളജിയിൽ നിന്നോ ഇന്നത്തെ രാഷ്ട്രീയം കാണാൻ പറ്റില്ല. മോഡേൺ ഇന്ത്യയുടെ മാറ്റത്ത് അതിൻ്റെ ഇൻഫ്ലുവൻസ് ഡിജിറ്റൽ വേൾഡിലും സോഷ്യൽ മീഡിയയിലും വരുന്നു. അതനുസരിച്ച് രാഷ്ട്രീയ നേതൃത്വം മാറുന്നു. ചുരുക്കത്തിൽ നല്ല പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ലീഡേഴ്സിന് രാഷ്ട്രീയത്തിലേക്ക് വരാം. അതുകൊണ്ട് നെസസറിലി ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലീഡർ ആകണമെന്നില്ല. ഇപ്പോൾ കോൺഗ്രസിലും അങ്ങനെയല്ലേ, ശശി തരൂർ വന്നത് രാഷ്ട്രീയത്തിൽ നല്ലല്ലോ. അദ്ദേഹം ആ നിലയിൽ അദ്ദേഹത്തിന് അറിയപ്പെടുന്നില്ല, ഇപ്പോഴും അറിയപ്പെടുന്നത്. നല്ലൊരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ളതിനേക്കാൾ അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക ശക്തിയാണ് ആൾക്കാർ നോക്കുന്നത്. ചുരുക്കത്തിൽ അങ്ങനെയുള്ള ഒരു യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് രാജീവ് ചന്ദ്രശേഖരനുള്ള ഗുണവും. അതാണ് ആൾക്കാർ പെർഫോമൻസിനെയാണ് നോക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് എന്നുള്ള പദം തന്നെ അവിടെ ഉപയോഗിച്ചത്. അതിപ്പോ KR നാരായണൻ വന്നു, മീരാകുമാർ വന്നു, ഇതെല്ലാം കോൺഗ്രസ് നേരത്തെ ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട്. പരമ്പരാഗതമായ രാഷ്ട്രീയക്കാരല്ലാത്തവർ വന്നിട്ടുണ്ട്. അതെ, ശോഭിച്ചിട്ടുമുണ്ട്.
അത് ഇനിയുള്ള യുഗത്തിൽ അത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ വളരെ വെൽ കണക്റ്റഡ് ഗ്ലോബൽ വേൾഡിലാണ്. അപ്പോൾ രാജ്യം ലോകത്തിലും മുന്നോട്ട് പോകുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ആ കോമ്പറ്റീഷൻ അനുസരിച്ചുള്ള പെർഫോമൻസ് ലീഡർഷിപ്പിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ അനുസരിച്ച് നേതൃത്വം വളരണം. കാരണം നല്ല പ്രസംഗം മാത്രം പോരാ, അതോടൊപ്പം മറ്റ് പ്രവർത്തന രംഗത്ത് ശോഭിക്കണം. അതിന്റെ റിസൾട്ട് അപ്പോഴപ്പോഴേ തന്നെ കണക്ക് വരും. അത് ജനങ്ങളുടെ മുമ്പിൽ ആ കണക്ക് അത് വളരെ പെട്ടെന്ന് എത്തും. അത് സർക്കാരിന്റെ ഒഫീഷ്യൽ ഡേറ്റ വരാൻ ആരും കാത്തിരിക്കില്ല. അല്ലാതെ തന്നെ ദേശീയപരമായിട്ടും അന്തർദേശീയപരമായിട്ടും പ്രാദേശികമായിട്ടും ആ ഡേറ്റ ജനങ്ങളുടെ മുമ്പിൽ. അപ്പൊ ചുരുക്കത്തിൽ പണ്ട് ഏത് കാലഘട്ടത്തെക്കാൾ ജനങ്ങൾ രാഷ്ട്രീയത്തിൽ താല്പര്യം കാണിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ താല്പര്യം കാണിക്കുന്നതിന് സാങ്കേതിക വിദ്യയുടെ സംഭാവന എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ വളരെ ദീർഘമായിട്ട് കലാമതി ഓൺലൈനുമായിട്ട് തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചതിന് നന്ദി. നമസ്കാരം. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.